അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ അമ്മാ ബഅദ്. സ്നേഹധനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പുണ്യകരമായ ദിനങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മളെടുത്ത നോമ്പുകൾ, സ്വതക്കകൾ, അതുപോലെയുള്ള മറ്റു ഇബാദത്തുകളെല്ലാം അള്ളാഹു നമ്മിൽ നിന്നും പരിപൂർണാർത്ഥത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഇബാദത്തുകളിൽ മുഴുകാറുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അവസാന 10 ദിനങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ഭജനമിരിക്കാറുണ്ടായിരുന്നു, ഇഅ്തികാഫ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബിയുടെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശറൽ അവാഖിറ മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭജനമിരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു തആല നബിയെ വഫാത്താക്കുന്നത് വരേക്കും. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, നബി വഫാത്തായതിനു ശേഷം നബിയുടെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നതാണ്. ഇഅ്തികാഫ് അഥവാ ഭജനമിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ ലൗകിക ചിന്തകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അള്ളാഹുവിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടി പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും നിസ്കാരങ്ങളും സ്വലാത്തുകളും അത്തരത്തിലുള്ള ഇബാദത്തുകളിലായി മുഴുകുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ അവസാനത്തെ 10 തൻ്റെ ജീവിതം ആ രൂപത്തിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പതിവാക്കിയ ഒരു സുന്നത്തായി കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമദാൻ. എല്ലാ റമദാനിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. 10 അയ്യാം, 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫലമ്മ കാനൽ ആമുൽ ലദീ ഖുബിള ഫീഹി ഇഅ്തകഫ 20 യൗമ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന വർഷം, ആ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് റമളാനിലെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് അനുഷ്ഠിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ, ആ റമളാനിലുള്ള എല്ലാ രാവുകളെക്കാളും, അതല്ലെങ്കിൽ ഒരു വർഷത്തിലെ എല്ലാ രാവുകളെക്കാളും ഉത്തമമായ ഒരു രാവ്, ഒരു രാത്രി റമളാനിൻ്റെ അവസാനത്തെ 10 കടന്നു വരുന്നത് എന്നതിനാലാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നത്, അതാകും റമദാനു ഷഹ്റുൻ മുബാറക്കുൻ, നിങ്ങളിലേക്ക് ഇതാ റമളാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, ബറക്കത്താക്കപ്പെട്ട മാസം. ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കാണാം, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. ആ റമളാനിൽ ഒരു രാവുണ്ട്, ഒരു രാത്രിയുണ്ട്. ആ രാത്രിയുടെ പ്രത്യേകത 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ മാസമാണത്. 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ രാവാകുന്നു അത് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖദറിൽ അല്ലാഹ് പറഞ്ഞല്ലോ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. തീർച്ചയായും ലൈലത്തുൽ ഖദറിലാകുന്നു നാം ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിനക്കെന്തറിയാം? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ രാവാകുന്നു. അതിൻ്റെ പ്രത്യേകത, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമുമൊക്കെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അന്നേ ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു.
പ്രഭാതം വരേക്കും അന്നേ ദിവസം സമാധാനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ ഓതി നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. മറ്റിടത്ത് അള്ളാഹു പറഞ്ഞത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്ന മുൻദിരീൻ, തീർച്ചയായും പുണ്യകരമായ ഒരു രാത്രിയിലാകുന്നു നാം ആ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, നാം താക്കീതു നൽകുന്നവനാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. ആ ലൈലത്തുൽ ഖദർ ഏതു ദിവസമാണ് എന്നത് കൃത്യമായി പറയപ്പെട്ടിട്ടില്ലെങ്കിലും ആ ലൈലത്തുൽ ഖദർ അത് റമദാനിൽ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ് സംഭവിക്കുക എന്നത് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൈലത്തുൽ ഖദർ എന്നാണ് സംഭവിക്കുക എന്നത് അറിയിച്ചു കൊടുത്തിരുന്നു. എന്നാൽ നബി അത് പിന്നീട് മറന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫൽതമിസൂഹാ ഫിൽ അശ്റിൽ അവാഖിരി ഫിൽ വിത്ർ, അവസാനത്തെ 10 ഒറ്റയിട്ട ദിനങ്ങളിൽ നിങ്ങളതിനെ തേടുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു വർഷം അത് 21-നാണെങ്കിൽ അടുത്ത വർഷം അത് 23-നാകാം, അടുത്ത വർഷം അത് 25-നാകാം, 27-നാകാം, 29-നാകാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോ വർഷവും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അത് വന്നതായത് കൊണ്ടാണ് സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്നും 23-ന് ലൈലത്തുൽ ഖദർ ഉണ്ടായത് പറയുന്നതും 25-ന് ഉണ്ടായത് പറഞ്ഞതും അതുപോലെ തന്നെ 27-നാണ് കൂടുതലും ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ആ ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ എല്ലാ ഭൗതിക ചിന്തകളിൽ നിന്നും വിട്ട് ആ രാത്രികളിൽ പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ഇബാദത്തിൽ മുഴുകുന്ന അവസ്ഥയാണ് ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. അത്തരം സമയത്ത് പ്രത്യേകമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫ്വുൻ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനുമാണ്, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്കു നീ വിട്ടുപുറത്തു മാഫാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഈ പ്രാർത്ഥനകൾ എത്ര കണ്ട് നമുക്ക് അധികരിപ്പിക്കുവാൻ കഴിയുമോ അത്രയും നാം അധികരിപ്പിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. റമദാൻ വന്നിട്ട് ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തടയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉണ്ടാകുക എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം ഹതഭാഗ്യന്മാരെ തൊട്ട് അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഖാല ദഖല റമളാനു, ഒരിക്കൽ റമളാൻ വന്നു. ആ സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദ അശ്ശഹ്റ ഖദ് ഹളറകും, ഇതാ ഈ മാസം നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ, അതിലൊരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ ഉത്തമമാണ് ആ രാത്രി. മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു, ആർക്കെങ്കിലും അത് തടയപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ഖൈറുകളും തടയപ്പെട്ടിരിക്കുന്നു. വലാ യുഹ്റമു ഖൈറഹ ഇല്ലാ മഹ്റൂമുൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് തടയപ്പെട്ടവനല്ലാതെ ആ ഖൈറുകൾ തടയപ്പെടുന്നവനില്ല, അഥവാ ലൈലത്തുൽ ഖദർ തടയപ്പെടുന്നവനില്ല എന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് തടയപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ലഅനത്തിന്, ശാപത്തിന് ഇരയാവുക എന്നതും, ഇബ്ആദു അനിർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് അകറ്റി നിർത്തുക എന്നതുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ അങ്ങാടികളിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നതിനു പകരം പെരുന്നാളിന് ആവശ്യമായ കാര്യങ്ങൾ അത് മുൻകൂട്ടി തന്നെ നമ്മൾ തയ്യാറാക്കുകയും
നമ്മുടെ ജീവിതത്തിൽ ഇനി ഇത്തരത്തിലുള്ള ഒരു അസുലഭമായ അവസ്ഥ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ തന്നെ കിട്ടിയ അവസരങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ അവസാനത്തെ 10കളിലെ രാത്രികളെ പ്രത്യേകിച്ചും ജീവിപ്പിക്കുവാനും നമ്മുടെ കുടുംബങ്ങളെയെല്ലാം വിളിച്ചുണർത്തി സമ്പൂർണമായ രൂപത്തിൽ കുടുംബക്കാർക്കുമൊക്കെ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന രൂപത്തിൽ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കാൻ കഴിയുന്ന ആളുകൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നും അല്ലാത്തയാളുകൾ വീടുകളിൽ ഉണർന്നിരുന്നു മറ്റു ഇബാദത്തുകളിലുമൊക്കെ ആയിക്കൊണ്ട് കഴിച്ചുകൂട്ടേണ്ട സമയമാണ് റമളാനിൻ്റെ അവസാന നിമിഷങ്ങളെന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിനു വേണ്ട തയ്യാറെടുപ്പുകളാണ് അടുത്ത ദിനങ്ങൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് മാത്രമാണ് ഇത്തരുണത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.